ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മട്ടൺ സൂപ്പ് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. വീട്ടിൽ തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 1/2 കിലോ സൂപ്പിനുള്ള മട്ടൺ വാങ്ങിക്കണം. അതിലൊരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കണം, ഒരു 12 ചെറിയ ഉള്ളി, ഒരു 10 വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് പെരിഞ്ജീരകം കഴിഞ്ഞിട്ട് പെരിഞ്ജീരകം 1 സ്പൂണ്, ഒരു 3/4 ടീസ്പൂണ് ചെറിയ ജീരകം, പിന്നെ നമ്മുടെ മസാലൻ്റെ ഗ്രാമ്പു പൂ ഒരു 2 എണ്ണം, ഏലക്കായ ഒരു 4 എണ്ണം, പട്ട ഒരു 6 പീസ് പട്ട ചേർക്കണം. അതെല്ലാം ചേർത്തതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂണ് നമുക്ക് കുരുമുളക് ചതച്ചത് ചേർക്കണം. കുരുമുളക് ചതച്ചത് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇഞ്ചി 1 പീസ് ചതച്ചത് ഇഞ്ചി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് അതിൽ നമുക്ക് ഒരു ഉപ്പ് നമ്മുടെ കല്ലുപ്പ് നമ്മുടെ അളവിന് പാകത്തിന് അതിനിടുക. കല്ലുപ്പ് ഇട്ടതിന് ശേഷം ഒരു 1 ലിറ്റർ വെള്ളം 1 ലിറ്റർ വെള്ളം ചേർക്കണം. നമ്മൾ 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിൽ 1 ലിറ്റർ വെള്ളം ചേർക്കണം. 1 ലിറ്റർ വെള്ളം ചേർത്തിട്ട് അടച്ച് ഒരു ബേ ലീഫും കൂടെ ഒരെണ്ണം വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് ഒരു 12 വിസിൽ വരുന്നവരെ അത് വേവിക്കാം. അത് ആദ്യത്തെ വിസിൽ നല്ല ഫ്ലെയിമിൽ വേവിക്കാം, ബാക്കിയുള്ളത് ലോ സ്ലിമ്മിലായിട്ട് വേവിക്കാം. വേവിച്ചതിന് 12 വിസിൽ അടിച്ചതിന് ശേഷം നമുക്ക് കുഞ്ഞുള്ളി കുറച്ച് എണ്ണയിൽ അതിനൊന്ന് താളിച്ച് കൊട്ടിയിട്ട് പിന്നെ നമുക്കതിന് മല്ലിയില കുറച്ച് അരിഞ്ഞിട്ട് അത് ചൂടോട് കൂടിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അത് കൂടിയിട്ട് അത് കഴിക്കണം, അപ്പോഴേ അതിന് ടേസ്റ്റ് വരുള്ളൂ. നന്നായിരിക്കും, അടിപൊളിയായിരിക്കും. വലിയ ജോലിയൊന്നുമില്ല, ചെറിയ സമയത്തിന് നമുക്കൊരു 1/2-3/4 മണിക്കൂറിനകത്ത് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അത് നല്ല ടേസ്റ്റാണ്. നമ്മളിതിൽ കോൺഫ്ലവർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. കോൺഫ്ലവർ ഇത് ആഡ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ ക്രീമി ആയിട്ട് വരും. ഇതിപ്പോൾ നമ്മൾ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല, നാച്ചുറലായിട്ട് അങ്ങനെ ചെയ്തിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടിപൊളിയാണ്, സൂപ്പർ.